ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജർമ്മനിയിലുള്ള ഹൈഡൽബർഗിൽ പോയതാണ്. ഞാൻ ഹൈഡൽബർഗിലുള്ള ഹൈഡൽബർഗ് കാസിൽ കാണാനാണ് പോയത്. ശരിക്കും ഇത് പറഞ്ഞാൽ കഴിഞ്ഞ സമ്മറിൽ പോയതാ, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി. ഇപ്പോൾ ഗാലറിയിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രശസ്തമായിട്ടുള്ള ഹൈഡൽബർഗ് കാസിൽ. ഈ കോട്ടയ്ക്ക് ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. പല ഭാഗങ്ങളും ഇങ്ങനെ പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്, എന്നാലും കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്, ഒരു വൈബ്, ഒരു ഏൻഷ്യൻ്റ് വൈബ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് കാണാനുണ്ടോ, എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പം ഏഷ്യൻ ടൈംസും ഹിസ്റ്ററിയും ഒക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ലോണുണ്ട്, ഒരു ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നടക്കാം, ഇരിക്കാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നേരത്തെ നിങ്ങളെ കണ്ട ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഹൈഡൽബർഗ് കാണാൻ പറ്റും. ഇത് നല്ലൊരു വ്യൂ ആട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഹൈഡൽബർഗ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ അതൊക്കെ കണ്ടു. അതിനുശേഷം പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് ഹിസ്റ്ററി, അതൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് വായിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ തന്നെയുള്ള ജർമ്മൻ ഫാർമസി മ്യൂസിയത്തിലാണ്. ഈ ഹൈഡൽബർഗ് കാസിലിനുള്ളിൽ ഒരു ഫാർമസി മ്യൂസിയം ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ പഴയ കാലം മുതലുള്ള മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച്, അതെ ഇത് കണ്ടോ, ഇതെല്ലാം ഓരോരോ മെഡിസിൻസ് അവരിങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ശരിക്കും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സും ഇതൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പാർട്ട് 2 ഇട്ടേക്കാവേ.